ഇതിപ്പോ എങ്ങനെ ഓണാക്കുന്നതെന്ന് അറിയാൻ വയ്യ. മറ്റേ ഗൈഡ് ഞാൻ എടുത്ത് കാണും. കമ്പനിയിൽ കണ്ട് ഓടി വന്നതിൽ ആദ്യമായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് സ്വാഗതം. എൻ്റെ പേര് ഹരി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു മൈക്കാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഒക്കെ കിട്ടും എന്ന് കരുതി വാങ്ങിയ ഒരു മൈക്കിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബോയ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ മൈക്കാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ ഒരു മൈക്കിന്റെ എല്ലാ സ്പെഷ്യാലിറ്റീസും ഇതിന്റെ കുറവുകളും അതുപോലെ തന്നെ ഇത് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ, ഇതിന്റെ ക്വാളിറ്റി എല്ലാം നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഫോണിലും അതുപോലെ തന്നെ DSLR ക്യാമറയിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നോയിസ് ക്യാൻസലേഷൻ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു മൈക്കാണിത് എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഈ ഒരു മൈക്കിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം 600 രൂപയിൽ തുടങ്ങി 1000 രൂപ വരെയാണ്. അപ്പൊ ഞാനിത് എത്ര രൂപയ്ക്കാണ് എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൽ മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് ഒരു അക്ക മൈക്കൊക്കെ ഫിക്സ് ചെയ്ത് നല്ല സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു മൈക്കിന്റെ കുറച്ച് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും കൂടെ ബാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പം ഓപ്പൺ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ സുന്ദരിയായ ചേച്ചിയെ നിങ്ങൾക്ക് ഇതാ കാണാം. ഇനി നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാക്കേജിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ, ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് അകത്തുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് എടുക്കാം. ഓക്കെ, അപ്പം അകത്ത് ചെറിയൊരു പൗച്ച് പോലെ ഒരു സംഭവം കാണുന്നുണ്ട്. അപ്പം ഇതിനകത്തായിരിക്കും നമ്മുടെ മൈക്ക് ഇരിക്കുന്ന ബോയ. അപ്പോൾ ഇതിനകത്തായിരിക്കും നമ്മുടെ മൈക്കും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പോൾ ബോക്സിനകത്ത് ഇനി വേറെ എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പൗച്ച് പോലെ ഉണ്ട്. ഓക്കെ, ബോക്സിനകത്ത് അപ്പോൾ ഇനി ഒരു ബോയയുടെ ഒരു ഗൈഡ് കാണുന്നുണ്ട്. നമ്മുടെ മൈക്കിൻ്റെ ഗൈഡിൻ്റെ ആവശ്യം നമുക്കില്ല, അത് നമുക്ക് ദൂരെ കളയാം. ഓക്കെ, അടുത്തത് ഒരു വേറൊരു പേപ്പർ, ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കളയാം. വാറണ്ടി പേപ്പർ, വാറണ്ടി പേപ്പർ ആയിരുന്നു. അപ്പം ആ സംഭവം നമുക്ക് വേണം, ഇത് നമുക്ക് സൂക്ഷിച്ച് ഇതിനകത്ത് തന്നെ വെച്ചേക്കാം. ഓക്കെ, അപ്പം വാറണ്ടി പേപ്പർ ഇവിടെ വെച്ചേക്കാം. അപ്പോൾ ഈ പൗച്ചിനകത്ത് നിന്ന് നമുക്കിനി മൈക്കും കാര്യങ്ങളെല്ലാം എടുക്കാം. അപ്പോൾ ഈ ഒരു അടിപൊളി പൗച്ചിനകത്താണ് നമ്മുടെ മൈക്ക് വന്നിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ പാക്കിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പാക്കിംഗ് ഓക്കെ ആണ്, അത്രേ ഉള്ളൂ. വലിയ അടിപൊളി പാക്കിംഗ് ഒന്നും അല്ല, എങ്കിലും പാക്കിംഗ് ഓക്കെ ആണ്. അപ്പോൾ ഈ ഒരു പൗച്ചൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൈക്ക് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. കണ്ടിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതിനകത്ത് വരുന്നത് മൈക്ക് ഈ ഒരു പോയിന്റ് ആയിട്ടോ നമ്മൾ ഈ മൈക്ക് എന്ന് തോന്നുന്നു, ഈ ഒരു സംഭവമാണ് മൈക്ക്. പിന്നെ അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ്റെ പോയിന്റ് വരുന്നുണ്ട്, പിന്നെ ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ ഉള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാക്കറ്റിനകത്ത് ബാറ്ററിയും അതുപോലെ തന്നെ മറ്റൊരു ഓഡിയോ ജാക്കും ഒക്കെ വരുന്നുണ്ട്. വേറെ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ക്യാമറയിലും അതായത് DSLR ക്യാമറയിലും നമ്മുടെ സ്മാർട്ട് ഫോണിലും ഒരേപോലെ ഈ മൈക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ക്യാമറയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്വിച്ച് ക്യാമറയുടെ ഓപ്ഷന് നേരെ ആക്കിയ ശേഷം നമ്മൾ കണക്ട് ചെയ്യുക. അല്ലാത്ത സമയം ഓഫ് എന്ന രീതിയിൽ സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അപ്പം ഈ ഒരു പോർഷനിൽ മൈക്ക് വരുന്നുണ്ട്. അപ്പം ഈ മൈക്കിന് മുകളിലായിട്ട് ചെറിയൊരു സംഭവം കൂടെ വരും, അത് ഞാൻ കാണിച്ചു തരാം. നേരത്തെ എടുത്ത ആ ചെറിയ പാക്കറ്റിലുണ്ടായിരുന്ന ഒരു സംഭവമാണിത്. ഇത് നമ്മുടെ മൈക്കിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ ഇവിടെ ഒരു വിടവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വിടവിലേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടിരുന്നോളും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഷർട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് മൈക്ക് അപ്പം ഫ്രീ ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ ഒരു ക്രൊക്കഡൈൽ ക്ലിപ്പാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് മൈക്കിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്ന ഈ ഒരു സംഭവമാണ്. ഇതാണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ മൈക്കിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ടിരുന്നോളും. ഓക്കെ, അപ്പം മൈക്കിൻ്റെ പോർഷനിൽ ഇത്രയും വരുന്നുള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഇതിൻ്റെ ബാറ്ററി എങ്ങനെ കണക്ട് ചെയ്യുമെന്നാണ്. ഇതിൻ്റെ ബാറ്ററി തന്നിട്ടുണ്ട് അവർ. എന്തായാലും വെറുതെ അവരൊരു ബാറ്ററി തരേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഈ ബാറ്ററി എവിടെയാണ് കണക്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ വയ്യാത്തത്. ഇതിപ്പോൾ എങ്ങനെ ഓണാക്കുന്നതെന്ന് അറിയാൻ വയ്യ. മറ്റേ ഗൈഡ് ഞാൻ ഇവിടെ എന്തോ എടുത്ത് കളഞ്ഞു. അതുകൂടെ A few moments later. അപ്പോൾ ഈ ഒരു മൈക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ചെറിയൊരു പാക്കറ്റിൽ ബാറ്ററി ഇരിപ്പുണ്ടായിരുന്നു. ആ ബാറ്ററി കണക്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്
ഈ ഒരു മൈക്കിൻ്റെ പോർഷൻ നമുക്ക് ഇതേപോലെ കറക്കി കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ പറ്റും. ഇതിനകത്താണ് നമ്മുടെ ബാറ്ററി ഫിക്സ് ചെയ്യേണ്ടത്. ബാറ്ററി ഫിക്സ് ചെയ്യാനായിട്ട് ഇവിടെ പോർഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ബാറ്ററി സെൽ ബാറ്ററിയാണ്. ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബാറ്ററി കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാം. ഈ ഒരു ജാക്ക് ഫോണിൽ കണക്ട് ചെയ്തിട്ട് അങ്ങ് യൂസ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന ഒരു ജാക്കാണ് നമ്മുടെ ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ളത്. ക്യാമറയിൽ കണക്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ഒരു അഡാപ്റ്റർ നമ്മുടെ മെയിൻ ജാക്കിലേക്ക് കയറ്റി വെച്ച ശേഷമാണ് ക്യാമറയിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് വരുന്നത് മെയിനായിട്ട്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടികൾ. മൈക്കൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സംഭവം നമ്മളിനി ക്യാമറയിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്വിച്ച് മാറ്റി ക്യാമറ എന്ന ഓപ്ഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ കണക്റ്റിംഗ് ജാക്കിൻ്റെ സ്ഥാനത്ത് ആ ഒരു അഡാപ്റ്റർ കൂടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വയറിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 6 മീറ്ററാണ്. 6 മീറ്റർ നീളമുണ്ട് ഈ ഒരു വയറിന്. അപ്പം ഇത് തുറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. തുറന്നു കഴിഞ്ഞാൽ നല്ല ജോലിയായിരിക്കും തിരിച്ച് സെറ്റാക്കി വെക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിന്റെ പ്രൈസിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ഇത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കേട്ടോണ്ടിരുന്നത് എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ആണ് നിങ്ങൾ കേട്ടോണ്ടിരുന്നത്. ഇനി നമ്മൾ ഈ ഒരു മൈക്ക് ഫിക്സ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ എന്തുമാത്രം ഡിഫറൻസ് ഓഡിയോയ്ക്ക് വരുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഞാൻ ഈ മൈക്ക് ഫോണിൽ കണക്ട് ചെയ്ത് സംസാരിക്കാൻ പോവാണ്. ഹലോ ഹലോ ചെക്ക്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതാണ് ഈ മൈക്കിൽ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് എന്ന് പറയുന്നത്. എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈക്ക് പുറത്ത് നിന്ന് നമ്മൾ വീഡിയോ എടുത്ത് ഇത് എന്തുമാത്രം വ്യത്യാസമില്ല, അതായത് റൂമിനകത്ത് നിൽക്കുമ്പോഴും പുറത്ത് നിൽക്കുമ്പോഴും വ്യത്യാസം സൗണ്ട് ആയിരിക്കുമല്ലോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സും ഒരുപാടായിരിക്കും പുറത്ത് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഈ ഒരു മൈക്കിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുകയാണ്, മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല, ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അവിടെ ഒരു മോട്ടർ ഇട്ടേക്കുന്ന സൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ മൈക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പോവാണ്. ഇപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോയ്സിനൊക്കെ എന്തുമാത്രം റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം. അപ്പം വലിയ രീതിയിലുള്ള നോയ്സ് റിഡക്ഷൻ ഒന്നും കാണത്തില്ല. കാര്യം എന്ന് പറയുന്നത് ഒരു 1000 രൂപ പ്രൈസ് റേഞ്ചൊക്കെ വരുന്ന ഒരു മൈക്കിന് എന്തുമാത്രം വോയിസ് റിഡക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം. എങ്കിലും നമ്മൾ സംസാരിക്കുന്ന ഓഡിയോയ്ക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ള വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൈക്ക് വെച്ചുകൊണ്ടുള്ള അകത്തുള്ള വോയിസും അതുപോലെ തന്നെ പുറത്തുള്ള വോയിസും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഡിസിഷനാണ് ഈ ഒരു മൈക്ക് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം ഈ ഒരു മൈക്കിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഞാൻ വാങ്ങിച്ചത് 750 രൂപയ്ക്കാണ്. ഞാൻ ഈ മൈക്ക് ഇപ്പോൾ തന്നെ വാങ്ങിക്കാൻ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈസ് ഡ്രോപ്പായി നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ വാങ്ങിച്ച സമയത്ത് 750 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ആമസോണിൻ്റെ ഈ സെയിം പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ആമസോണിൽ പോയി ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 750 രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ വന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ച് പേരെങ്കിലും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. വീഡിയോ അവസാനം വരെ കണ്ടവർക്കായിട്ട് ഒരുപാട് നന്ദി. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ബൈ.